പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഗൈസ്. സുഹൃത്തുക്കളെ, ഇന്നലത്തെ മാച്ചിൽ 61 റണ്ണിന്റെ ആധികാരികമായ വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. പൊളിയല്ലേ? നാം പാകിസ്ഥാനെ നാട്ടിച്ച് തൂറിച്ച് വിട്ട് തന്നു. സാധ്യം പാകിസ്ഥാൻ ഇന്നേ വരെ തോറ്റതിന്റെ ഏറ്റവും വലിയ തോൽവിയായിപ്പോയി. പാകിസ്ഥാൻ ഇന്ത്യയിൽ വരെ തോറ്റത് വലിയ തോൽവിയൊന്നും പറയാൻ പറ്റില്ല. ഇത് ഭയങ്കര തോൽവി, പൂർണ്ണ പരാജയം പാകിസ്ഥാൻ. മണ്ടമ്മ ആ സ്പിന്നറിനെ പ്രതീക്ഷിച്ചിരുന്നു. അവന്റെ ഫസ്റ്റ് ബോളില് സൂര്യകുമാർ യാദവ് 4 അടിച്ചിട്ടാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പ്ലസ് പോയിന്റ് പറഞ്ഞുതരാം. ഞാൻ കൊളംബോയിലാണ് കളി. ബൗളിങ് ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാം, സ്പിൻ പിച്ചാണ്. ഫസ്റ്റ് ബൗളിങ് എടുത്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് വിജയ സാധ്യത ഒരു 75% കൂടുതലാണ്. അപ്പൊ ഇന്ത്യക്ക് ടോസ് അവർക്കാണ് വീണത്. അപ്പൊ ഫീൽഡിങ് തിരഞ്ഞെടുത്തു. അപ്പൊ ഞാൻ പക്ഷെ ഭയങ്കര ബ്രില്യന്റ് ബുദ്ധി, ഭയങ്കര സംഭവമാണ്, മറ്റേ ആരെയാണ്. പക്ഷെ ഇത്രയും മണ്ടന്മാരെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അയ്യേ നാണം കെട്ട തോൽവി എന്ന് ഉസ്മാൻ താരിഖിന്റെ പേരും പറഞ്ഞ് ഇവരൊക്കെ പൊങ്ങിയിട്ട് ഒരുത്തം പോലും അടിച്ചില്ല. അയ്യേ അയോഗ്യാണ്, മറ്റവരാണ്. അയ്യേ മൊത്തത്തിൽ പരാജയം. പാകിസ്ഥാൻ മൊത്ത പരാജയം. ഇതിനെല്ലാം ക്രെഡിറ്റ് കൊടുക്കേണ്ട ആർക്കാന്നറിയാം? ഇഷാഖ് കിഷൻ. സ്പിൻ പിച്ചില് അങ്ങനെ ഒരു ബാറ്റിംഗ് സാധ്യമാവുമെങ്കിൽ അങ്ങേർക്ക് ഒരു കയ്യടി കൊടുത്തേക്ക്. നമ്മൾ സഞ്ജുവിന്റെ കാര്യം പറയുമ്പോൾ സഞ്ജുവിന് 5 കയ്യടി കൊടുത്തേക്ക്. ഇഷാഖ് കിഷനാണ് ഇത് ഒരു 6 കയ്യടി. കാര്യം ആ പിച്ചിൽ, കൊളംബോയിലെ ആ പിച്ചിൽ അങ്ങനെ ഒരു ഇന്നിങ്സ് കളിക്കണമെങ്കിൽ നല്ലൊരു റേഞ്ച് തന്നെയാണ്. പോളി പോയി മുത്തടാ ചക്കരെ മുത്തെന്ന് പറയാൻ പറ്റില്ല. ആടിപൊളി. ഇന്ന് ഞാൻ അംഗീകരിച്ചു. വേറെ ഒന്നുമില്ല, ഞാൻ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാ ആ പിച്ചില് ഫസ്റ്റ് ബോളിങ് എടുക്കാൻ അതിലൊരു ഇത് എഴുതി കാണിക്കും. അത് എന്റെ പൊന്ന, ആ പിച്ചിൽ അങ്ങനെ ഒരു ബാറ്റിംഗ് കാഴ്ച വെക്കണമെങ്കിൽ, അത്രയ്ക്കും പെർഫോമൻസ് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും കാലിബർ വേണം. കാലിബർ ഉണ്ടെങ്കിൽ അത്രയ്ക്കും ആ പിച്ചിൽ. അത് സ്പിൻ പിച്ചാണ്. സ്പിൻ പിച്ചിലും അത് സെക്കൻഡ് ഇന്ത്യ ബാറ്റിംഗ് ഇറങ്ങിയപ്പോഴത്തേക്ക് അത് ആലോചിച്ചോക്ക്. അത് അതിന്റെ റേറ്റിംഗ് മാറി. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ ബോളേഴ്സിന് കൈയടി. വെൽ ഡൺ ബോയ്സ്. ബുംറ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി പ്രത്യേക എന്ത് പ്ലെയർ അല്ലേ വരുൺ ചക്രവർത്തി. കിട്ടണ അവസരം എല്ലാം യൂട്ടിലൈസ് ചെയ്യും വരുൺ ചക്രവർത്തി. സത്യം നല്ല ബോളിംഗ് ആണ് കേട്ടോ, അടിപൊളി. പാകിസ്ഥാന്റെ അണ്ടർ പോലെ ആയിപ്പോയി പാകിസ്ഥാനൊക്കെ. അയ്യേ, ഈ ജന്മത്തിൽ ഇങ്ങനെ ഇത്ര അപരാധം നിറഞ്ഞ തോൽവിയൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കളി കണ്ടെടുത്തപ്പോൾ ചിരിച്ച ചത്ത്. 61 റണ്ണിന്റെ ആധികാരികമായ ജയമാണ് നമ്മളെ ഇന്ത്യൻ ടീം കരസ്ഥമാക്കിയത്. ആലോചിച്ച് യവനൊക്കെ അതിന് മുമ്പുള്ള പത്രസമ്മേളനത്തിൽ തള്ളി ഭയങ്കര എന്നിട്ട് അറിയാം ആ കിഴങ്ങനെ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. അവൻ കൊണാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവന് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ തേങ്ങ അറിഞ്ഞൂടാ. പാകിസ്ഥാൻ ക്യാപ്റ്റൻ അവന്റെ തള്ളു കേട്ട് ചിരി. പക്ഷെ അയ്യോ, വല്ലാത്ത തോൽവിയായിരുന്നു കേട്ടോ. പാകിസ്ഥാൻ ടീമിൽ പടത്തിലേ ഇല്ലാതായിപ്പോയി കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പാകിസ്ഥാൻ കുഴപ്പമില്ല. കാര്യം USA ആയിരിക്കും അതർ ചാൻസ് ഫോർ USA ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ല, ഈ ടീം വെച്ച് പാകിസ്ഥാൻ ചെറുക്ക ബുംറ വന്ന് എറിഞ്ഞിട്ട് ബുംറ അടിച്ച് 6 അടിക്കാന്ന് പറഞ്ഞാൽ മറ്റേ അവൻ പോലും അനങ്ങില്ല. ഫസ്റ്റ് ബോളിൽ ഔട്ട്. ഇതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ സിറ്റുവേഷൻ. എന്തായാലും നാശമായി തീരട്ടെ പാകിസ്ഥാൻ. അത് 100% ഉറപ്പാണ്. അത് നമ്മളെ പ്രാക്കല്ലേ. നാശമായി തീരട്ടെ പാകിസ്ഥാൻ ടീം. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ ടീം കപ്പടിക്കണം.
എങ്കിലും ചെറിയ വിഷമമുണ്ട്, സഞ്ജു സാംസൺ ഇല്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ടീം നല്ല രീതിയിൽ പെർഫോം ചെയ്തു, നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, നല്ല രീതിയിൽ പെർഫോം, എല്ലാ രീതിയിലും നല്ല. ആരെ പേരെടുത്ത് പറയില്ല, എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇഷാൻ കിഷനാണ്. ആ ഇഷാൻ കിഷന്റെ ബാറ്റിങ്ങിന്റെ ഇഷാൻ കിഷൻ അടിച്ച ആ റണ്ണിന്റെ ആ ഒരു ആധിപത്യം ഉണ്ടല്ലോ, അത് ഇത്രയും ബൗളിംഗ് പിച്ചിൽ ആ റണ്ണടിക്കണമെങ്കിൽ സൂര്യകുമാർ യാദവിന്റെ ഇതുണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ സൂര്യകുമാർ യാദവ് പറയുന്നതെന്ന് പറഞ്ഞാൽ, രോഹിത് ശർമ്മ, നമ്മളെ പഴയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നല്ല രീതിയിൽ ഇതിൽ ഇൻപുട്ട് ഉണ്ട്. രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാച്ചിന് മുമ്പ് ഈവനിങ്ങിൽ രോഹിത് ശർമ്മ ഒരു മീറ്റിംഗ് ഹോട്ടലിൽ അറേഞ്ച് ചെയ്ത് അവിടെ വെച്ച് ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിൽ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, ആ പിച്ച് കൊളംബോയിലെ ആ പിച്ചിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, പിച്ച് എന്ന് പറഞ്ഞാൽ സ്ലോവർ പിച്ചാണ്. സ്ലോവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോവർ പിച്ചാണ്. ആ പിച്ചിൽ നമ്മൾ പയ്യെ അറ്റാക്ക് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിക്കറ്റ് കളയേണ്ടി വരും. പയ്യെ കൊട്ടി സ്കോർ ചെയ്തിട്ട് പിന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പിച്ച് നല്ല രീതിയിൽ സെറ്റാവും എന്നാണ് രോഹിത് ശർമ്മ എല്ലാവരെയും കൂടെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തെന്നാണ് ഇതിവൃത്തങ്ങൾ പറയുന്നത്. മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് രോഹിത് ശർമ്മ കൂടെ ഉണ്ടായിരുന്നു, ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു രോഹിത് ശർമ്മ. അത് നല്ല കാര്യം. തിലക് വർമ്മയ്ക്ക് പകരം സഞ്ജു സാംസൺ ആയിരുന്നെങ്കിൽ അവിടെ അറ്റാക്കിങ് നടന്നേനെ. കാര്യം എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ എല്ലാ ബോളും ഫസ്റ്റ് ബോൾ തൊട്ട് ലാസ്റ്റ് ബോൾ വരെ സഞ്ജു സാംസൺ അറ്റാക്കിങ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഗെയിം ഇന്നലെ തിലക് വർമ്മയ്ക്ക് വരെ സഞ്ജു സാംസൺ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രശംസിച്ചത്. സഞ്ജു സാംസനെ കുറിച്ച് സൂര്യകുമാർ യാദവ് പറഞ്ഞത് അങ്ങനെ ഒരു പോയിന്റ് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് സഞ്ജുവിനും ഗുഡാണ്. അടുത്ത മാച്ചിൽ എന്തായിരുന്നാലും ബുധനാഴ്ച നടക്കുന്ന മാച്ചിൽ ചിലപ്പോൾ കാണും, സഞ്ജുവിന് കൊടുക്കും, ഒരു 2-3 മാച്ച് കളിക്കാൻ കൊടുക്കും. എല്ലാവരെയും പോലെ അല്ല, മനുഷ്യരല്ലേ. നമ്മൾ പഴയ പഴഞ്ചൊല്ലിൽ പറഞ്ഞ മനുഷ്യരല്ലേ അതേപോലെ മനുഷ്യരല്ലേ, അതും മനുഷ്യനല്ലേ. സഞ്ജു സാംസൺ ഒരു മനുഷ്യനല്ലേ. എല്ലാ ഇമോഷൻസും എല്ലാ ഇതും വ്യക്തിത്വയും എല്ലാം ഉള്ള ഒരു സാധാ പച്ചയായ മനുഷ്യനല്ലേ സഞ്ജു സാംസൺ. ഇതേപോലെ 6 മാച്ച് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ 6 മാച്ച് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 4 ഗോൾ ഉണ്ടാക്കാണ്. ഇന്ന് അത് സഞ്ജു സാംസൺ ആയിരുന്നെങ്കിൽ ഇന്ന് ടീമിൽ പോലെ കാണില്ലായിരുന്നു. സഞ്ജു സാംസൺ ഔട്ടാണ്, ഫോമിലില്ലായ്മ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും സഞ്ജു സാംസൺ ഫോമിലാണ്. 8 ബോൾ 22 കഴിഞ്ഞ മാച്ചിൽ അടിച്ചിട്ടുണ്ട്. തിരിച്ച് ഫോമിലാണ്. അണ്ടർ പ്രഷറിൽ നിന്ന് വിട്ട് കളഞ്ഞ് നല്ല രീതിയിൽ ആ പ്രഷർ ഇല്ലാതെ ഇപ്പോഴും ബാറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എപ്പോഴും ഈ ഒരു ഘട്ടത്തിൽ സഞ്ജു സാംസൺ ഒരു അവസരം കൊടുത്തേ പറ്റൂ. അടുത്ത മാച്ചിൽ ഒരു അവസരം കൊടുത്തേ പറ്റൂ. പുള്ളി ഈ ഫോമിൽ നിൽക്കുന്ന സമയത്ത് അവസരം കൊടുക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ സമയത്തെ നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെറുക്കറിയില്ല. ഞാൻ പണ്ട് എനിക്ക് രോഹിത് ശർമ്മയും സേവാഗും ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് ഞാനൊക്കെ ആഗ്രഹിക്കണേ, ദൈവമേ 10 ഓവർ വരെ രോഹിത് ശർമ്മ നിൽക്കണേ, സേവാഗ് 10 ഓവർ വരെ നിൽക്കണേ. നിന്ന് കഴിഞ്ഞാൽ ആ 10 ഓവർ കഴിഞ്ഞിട്ടുള്ള മാറ്റം എന്നൊന്നും എല്ലാവർക്കും അറിയാം. ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് 10 ഓവർ വരെ ഗ്രീസിൽ വീരേന്ദ്ര സെഹ്വാഗോ രോഹിത് ശർമ്മയിൽ നിന്ന് കഴിഞ്ഞാൽ ഉള്ള മാറ്റം അതേപോലെയാണ് ഞാൻ സഞ്ജു സാംസനെ പറയുന്നത്. 10 ഓവർ കഴിഞ്ഞ ഒരു സഞ്ജു സാംസൺ ഉണ്ട്, ഇതൊരു വേറെ ഒരു സഞ്ജു സാംസൺ. ഇതിപ്പോൾ ആർക്കറിയാമോ ഇല്ലെന്നൊന്നും അറിയില്ല. പക്ഷെ 10 ഓവർ കഴിയുന്ന ഒരു സഞ്ജു സാംസൺ ഉണ്ട്. 10 ഓവർ വരെ ഗ്രീസിലുണ്ട് സഞ്ജു സാംസൺ എങ്കിൽ കൺഫേമാണ് ഞാൻ പറയുന്നു, സഞ്ജു സാംസൺ ആ ഒരു കളിയിൽ 100 അടിച്ചിരിക്കും, 100 അടിച്ചിരിക്കും. അത് കൺഫേമാണ്. പക്ഷെ 10 ഓവർ വരെ സഞ്ജു സാംസൺ നമ്മുടെ നിന്ന 100 അടിച്ചിരിക്കും. ഉറപ്പാണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് 100 അടിച്ചിരിക്കും. എന്തായാലും ചെറുക്കൻ ഫോമാണ് കൂട്ടുകാര്, ചെറുക്കൻ ഫോമാണ്. 8 ബോൾ 22 നല്ല ഇതിൽ നിൽക്കുകയാണ്. എന്തായാലും അടുത്ത കളിയിൽ ഇറക്കുക. തിലക് വർമ്മയ്ക്ക് പകരം ഇറക്കുമോ, റിങ്കു സിംഗിന് പകരം ഇറക്കുമോ ഒന്നും അറിഞ്ഞൂടെ. എന്തായിരുന്നാലും സഞ്ജു സാംസനെ ഇറക്കണം. സഞ്ജു സാംസനെ ഇറക്കി കഴിഞ്ഞാൽ ചെറുക്കൻ അടുത്ത മാച്ചിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, നല്ല രീതിയിൽ വിൻ ചെയ്യാൻ പറ്റും. നല്ല ടീം സെറ്റാവും, നല്ല രീതിയിൽ സെറ്റാവും. നോക്കാം നമുക്ക് എന്താണ് നടക്കുന്നത്. എന്തായിരുന്നാലും നമുക്ക് ആധികാരികമായ പാകിസ്ഥാനെ നാണംകെട്ട പാകിസ്ഥാൻ നമ്മൾ തോൽപ്പിച്ച പാകിസ്ഥാൻ ടീം, ഇന്ത്യൻ ടീം എന്തുമാത്രം സ്ട്രോങ് ആണ്. അപ്പോഴും ഇപ്പോഴും ഇന്ത്യൻ ടീം നല്ല സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ മൊത്തം ബാറ്റിങ്ങിലും ബോളിങ്ങിലും എല്ലാത്തിലും സ്ട്രോങ് ആണ്.
എന്തായിരുന്നാലും നമ്മുടെ ടീം നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കണം ഗൈസ്. നമ്മൾ 61 റണ്ണിന്റെ വിജയം, ആധിപത്യ വിജയം ഇവനൊക്കെ ബോൾഡാക്കി 10 വിക്കറ്റ് എടുത്ത് 60 റൺ എടുത്തുകൊണ്ട് ആധിപത്യ വിജയം നേടിയിരിക്കുന്നു ഗൈസ്. അല്ല കൂട്ടുകാരെ, എന്തായിരുന്നാലും നമുക്ക് കാണിച്ച് പൊളിക്കാം. അടുത്ത എന്തായാലും സൂപ്പർ 8 ഇന്ത്യ കടന്നു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ 8 ഓൾറെഡി കടന്നു കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടമാണ് മെയിൻ ഘട്ടം. സൂപ്പർ 8 സിമ്പിളായിട്ട് കഴിയും. ഈ ടീം വെച്ചിട്ട് കപ്പടിച്ചില്ലെങ്കിൽ പിന്നെ ഏത് ടീം വെച്ച് കപ്പടിക്കാം? ആലോചിച്ചത്, ഈ ടീം വെച്ച് കപ്പടിച്ചില്ലെങ്കിൽ ഏത് ടീം വെച്ച് കപ്പടിക്കാം? കൺഫേം കപ്പം കൊണ്ടല്ല സൂര്യകുമാർ യാദവ് വരാൻ പാടില്ല. എൻ്റെ ചെറുക്കനും കൂടി, എൻ്റെ സഞ്ജു സാംസനും കൂടി അവസരം കൊടുക്കുക. ചെറുക്കനും കൂടി നിന്ന് കപ്പടിച്ച് കൊണ്ട് ഗായ്സ്, ഞാൻ ഇനി നീട്ടുന്നില്ല ഗായ്സ്, നീണ്ടുപോയി. എങ്കിലും എന്നാൽ പോലും പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ചീത്ത വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ ഫ്രം ബ്രാൻഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ഫ്രം ബ്രാൻഡ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരികയാണ് ഗായ്സ്. ബുധനാഴ്ച എന്തായാലും കളിയുണ്ട്. അതിന് മുമ്പ് 11 പ്രഖ്യാപിക്കും. അതിന് മുമ്പ് ഞാൻ വരും. ബൈ ഫ്രം ബ്രാൻഡ്.